ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ഓഗസ്റ്റ് 14 തീയതി. നാളെ സ്വർഗാരോപണ തിരുനാളാണ്. ഇന്ന് സ്വർഗാരോപണത്തിൻ്റെ തലേനാൾ. സ്വർഗാരോപണ തിരുനാളിൻ്റെ ആസ്തപ്പാടിനായിട്ടുള്ള 3 ദിവസത്തെ ഒരുക്ക പ്രാർത്ഥനയിലെ അവസാനത്തെ ദിവസമാണ് ഇന്ന്. 12 തീയതി മുതലാണ് നമ്മൾ കരേറ്റ തിരുനാളിന് മുമ്പുള്ള 3 ദിവസത്തെ ഒരുക്കം തുടങ്ങിയത്. ഇന്ന് 14 തീയതി 3-ാമത്തെ ദിവസമാണ്. ദൈവമാതാവിൻ്റെ കരേറ്റ തിരുനാളിന് ആസ്തപ്പാടായുള്ള ത്രിദിന ജപങ്ങൾ എന്ന ആ 12 നന്മ നിറഞ്ഞ മറിയമേ ഉള്ള ആ ജപം ഇന്നുകൂടെ നമ്മൾ ചൊല്ലണം. അതാണ് സ്വർഗാരോപണ തിരുനാളിനുള്ള ഒരുക്കം. ഇന്ന് 14 തീയതി. പരിശുദ്ധ അമ്മ ഇന്നലെ 3 മണിക്ക് ഉറക്കത്തിലായി. ഇപ്പോഴും അമ്മയുടെ ശരീരം കല്ലറിയിൽ കിടക്കുകയാണ്. നമുക്ക് അത് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ സ്വർഗാരോപണം വരെ അമ്മയെ വാഴ്ത്തി പുകഴ്ത്തി സ്തുതിച്ചുകൊണ്ടിരിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്തുതിഗീതം അമ്മയ്ക്ക്. ഈശോ മരിച്ചതുപോലെ തന്നെയാണ് അമ്മയും മരിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്. 3-ാം ദിവസം ഈശോ ഉയർക്കപ്പെട്ടതുപോലെ, ഉയർത്തെഴുന്നേറ്റ് പോയതുപോലെ അല്ല, അമ്മ സ്വയം ഉയർത്ത് സ്വർഗാരോഹണം ചെയ്യുകയല്ല, അമ്മയെ മാലാഖമാർ വന്ന് കൊണ്ടുപോയി ഈശോയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കുക. അതാണ് പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണം. ഇപ്പോൾ അമ്മയുടെ ശരീരം മഞ്ചലിൽ കിടക്കുകയാണ്. അമ്മയുടെ മരണശേഷമുണ്ടായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കിക്കാണുന്നത്. ഞാനീ പറയുന്ന കാര്യങ്ങൾ അഗ്രേദായിലെ വാഴ്ത്തപ്പെട്ട സിസ്റ്റർ മരിയയ്ക്ക് വെളിപ്പെടുത്തി കിട്ടിയിട്ടുള്ളതാണ്. പരിശുദ്ധ അമ്മയുടെ മരണശേഷം അപ്പസ്തോലന്മാരും ശിഷ്യരും വിശ്വാസികളുമെല്ലാം ദുഃഖഭാരത്താൽ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി അവരെ പുതിയ അനുഭവങ്ങളിലേക്ക് നയിക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം അവരുടെ സങ്കടം വളരെ വലുതാണ്. ഇതുപോലെ ഒരു അമൂല്യനിധിയുടെ നഷ്ടം എങ്ങനെയാണ് പരിഹരിക്കുക? അതുകൊണ്ട് ദൈവം രഹസ്യമായി അവർക്ക് സാന്ത്വനവും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരുന്നു. അതിൻ പ്രകാരം അവർ മറിയത്തിൻ്റെ വിശുദ്ധ ശരീരം ഉചിതമായ രീതിയിൽ സംസ്കരിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ട ഒരുക്കങ്ങളുമായി മുന്നോട്ട് പോയി. യേശു തന്നെയാണ് അവർക്ക് ഇതിനുള്ള പ്രോത്സാഹനം നൽകിയത്. അപ്പസ്തോലന്മാരിൽ ചിലരാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. അവരൊത്തൊരുമിച്ച് എങ്ങനെയാണ് പരിശുദ്ധ രാജ്ഞിയുടെ ശരീരം യോഗ്യമായ വണ്ണം സംസ്കരിക്കുക, ഇത് ആലോചിക്കാൻ തുടങ്ങി. പക്ഷേ അത്ഭുതകരമായൊരു കാര്യം, ഈ ആവശ്യത്തിനായിട്ട് അത്ഭുതകരമായ രീതിയിൽ ദൈവപുത്രൻ തന്നെ ഒരു പുതിയ ഖബറിടം തയ്യാറാക്കിയത് അവർ കണ്ടെത്തി. അങ്ങനെ യഹൂദരുടെ കീഴ്വഴക്കം അനുസരിച്ച് അവർ യേശുവിൻ്റെ ശരീരം എങ്ങനെ സുഗന്ധദ്രവ്യങ്ങളും തൈലങ്ങളും പൂശി പുതിയ കച്ചയിൽ പൊതിഞ്ഞ് കല്ലറയിലേക്ക് സംവഹിച്ചു, അതുപോലെ സംവഹിക്കാം എന്ന് വിചാരിച്ച് അവർ അതിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. അതിനുവേണ്ടി അവർ പരിശുദ്ധ രാജ്ഞിയുടെ സഹായികളായിരുന്ന 2 കന്യകമാരെ വിളിച്ചു. മരിക്കുന്നതിനേക്കാൾ മുൻപ് പരിശുദ്ധ അമ്മ പത്രോസിനോട് ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ മേൽവസ്ത്രം 2 കന്യകമാർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ആ കന്യകമാർ ഇവരാണ്. ഈ കന്യകമാരെ വിളിച്ച് പത്രോസും കൂട്ടരും അവരോട് പറഞ്ഞു, പരിശുദ്ധ രാജ്ഞിയുടെ ശരീരം ഏറ്റവും ഭവ്യതയോടെ ഭക്തിയോടെ കൂടെ സുഗന്ധാഭിഷേകം ചെയ്ത്
കച്ചിയിൽ പൊതിഞ്ഞ് ശവപ്പെട്ടിയിൽ വയ്ക്കാൻ അവർക്ക് നിർദ്ദേശം കൊടുത്തു. അതുകൊണ്ട് അവർ വളരെ ഭയഭക്തി ബഹുമാനങ്ങളോടെ ആ കന്യകന്മാർ പരിശുദ്ധ അമ്മയുടെ തിളക്കമാർന്ന ശരീരം വിശ്രമിക്കുന്ന മഞ്ചം, ആ മഞ്ചം എവിടെയാണോ സൂക്ഷിച്ചിരിക്കുന്നത് അത് ഒരു റൂമാണ്, ഒരു അറ. ആ അറയ്ക്കുള്ളിൽ അവർ പ്രവേശിച്ചു, ഇത് ശരീരമെടുത്ത് ഒരുക്കാൻ വേണ്ടി. പക്ഷേ അമ്മയുടെ ശരീരത്തിൽ നിന്നും പ്രസരിക്കുന്ന പ്രകാശം കൊണ്ട് അവർക്ക് ആ ശരീരം നേരിട്ട് കാണാനോ സ്പർശിക്കാനോ ഒന്നും സാധിച്ചില്ല. അതെവിടെയാണ് ഇരിക്കുന്നത് പോലും മനസ്സിലാക്കാൻ പറ്റിയില്ല. കന്യകമാരങ്ങനെ മടങ്ങിപ്പോന്നു അതിൻ്റെ ഉള്ളിൽ നിന്ന്. എന്നിട്ട് ഇതെല്ലാം അവരോട് പറഞ്ഞു. അപ്പസ്തോലന്മാരും അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഇത് തന്നെയാണ് കണ്ടത്. അപ്പോൾ മാലാഖമാർ അവിടെ നിന്ന് പാടുകയാണ്. അവർ പാടിക്കൊണ്ടിരുന്നത്, നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഇങ്ങനെ ഒരു ഭാഗം മാലാഖമാർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റേ ഭാഗം മാലാഖമാർ മറുപടിയായി പാടി, ശിശുവിന് ജന്മം നൽകും മുൻപേ കന്യക, പ്രസവ സമയത്തും അവൾ കന്യക, ശിശുവിന് ജന്മം നൽകിക്കഴിഞ്ഞും അവൾ കന്യക തന്നെ. ഇങ്ങനെയാണ് മറുഭാഗം മാലാഖമാർ പാടിക്കൊണ്ടിരുന്നത്. അന്ന് തുടങ്ങി പിന്നീട് വന്ന കാലങ്ങളിലെല്ലാം വിശ്വാസികൾ പരിശുദ്ധ മറിയത്തെ മേൽപ്പറഞ്ഞ വാക്കുകൾ ഉപയോഗിച്ചാണ് വാഴ്ത്തി പുകഴ്ത്തിയിരുന്നത്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുകഴ്ത്തലാണിത്. നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഇങ്ങനെ മാലാഖമാരുടെ ഈ പാട്ടുകൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അപ്പസ്തോലന്മാരായ പത്രോസും യോഹന്നാനും ബഹുമാന ആദരവോടെ നിലകൊണ്ടു. അങ്ങനെ അവർ മുട്ടിന്മേൽ നിൽക്കുന്ന സമയത്ത് ഒരു സ്വരം കേട്ടു, ആ പരിശുദ്ധ ശരീരം വസ്ത്രങ്ങൾ നീക്കാതെയും സ്പർശിക്കപ്പെടാതെയും ഇരിക്കട്ടെ എന്ന്. അന്തരീക്ഷത്തിൽ നിന്നും കേട്ട സ്വരമാണ്. ആ ശരീരത്തമ്മേ തൊടണ്ട എന്ന്, സ്പർശിക്കണ്ട എന്ന്. അങ്ങനെ അത് കേട്ടപ്പോൾ ഇവർ ഉടൻ തന്നെ ഒരു വസ്ത്രമെടുത്ത് അവർ അമ്മ കിടന്ന മഞ്ചത്തിനെ സമീപിച്ച് അവരുടെ കൈകൾ കൊണ്ട് അവിടെ വിരിച്ചിട്ടിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രത്തിൻ്റെ 4 അറ്റങ്ങൾ പിടിച്ചുയർത്തി. അപ്പോൾ അമ്മ അതിൽ കിടക്കുന്നുണ്ട്. ശരീരം സ്പർശിക്കാതെ ആ വസ്ത്രം പിടിച്ചുയർത്തി അമ്മയെ എങ്ങനെയാണോ മഞ്ചത്തിൽ കിടക്കുന്നത് അപ്രകാരം തന്നെ എടുത്ത് ശവമഞ്ചത്തിൽ കിടത്തുകയാണ്. പക്ഷെ അത് വളരെ എളുപ്പമായിരുന്നു എന്നാണ് പറയുന്നത്. ആ ശരീരത്തിൽ ഭാരമുണ്ടായിരുന്നില്ല എന്ന്, വസ്ത്രത്തിൻ്റെ ഭാരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ മഞ്ചലിൽ കിടത്തുകയാണ് പരിശുദ്ധ അമ്മയുടെ ശരീരം. അമ്മയുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗങ്ങളും പുറത്ത് കാണുന്നില്ല. 2 കരങ്ങളും ആ മുഖവും മാത്രമേ പുറത്തുള്ളവർക്ക് കാണാൻ കഴിയൂ. അതുപോലെയാണ് അമ്മ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത്. വാഴ്ത്തപ്പെട്ട മേരി പറയുകയാണ്, കർത്താവിൻ്റെ ശരീരത്തിന് പോലും കർത്താവ് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്തിട്ടില്ല എന്ന്. പരിശുദ്ധ അമ്മയുടെ ശരീരത്തിന് എന്തുമാത്രം കരുതലാണ് കൊടുക്കുന്നത്. പരിശുദ്ധ അമ്മ തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് സത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ മരണശേഷം ആരും എൻ്റെ ശരീരം ദർശിക്കരുത് എന്ന്. അങ്ങനെയാണ് ഈ നിർദ്ദേശങ്ങളൊക്കെ നടപ്പാക്കപ്പെടുന്നത്. ഇവർ ശവമഞ്ചത്തിന് ചുറ്റും മെഴുകുതിരികൾ കത്തിച്ചു വെച്ചു. 3 ദിവസങ്ങൾ അത് ഉരുകിത്തീരുകയോ അണഞ്ഞു പോവുകയോ ഏതെങ്കിലും തരത്തിൽ രൂപമാറ്റം വരികയോ ചെയ്യാതെ കത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മയുടെ മരണം നടന്നതിന് ശേഷം കുറേയേറെ അത്ഭുതങ്ങൾ അവിടെ നടന്നു എന്ന്. പക്ഷേ അത് ദൈവം എല്ലാവരും ലോകം അറിയണമെന്ന് ആഗ്രഹിച്ചതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ ജെറുസലേമിലെ ജനങ്ങളെല്ലാം കാണാനായിട്ട് അവിടെ തടിച്ചുകൂടി എന്നാണ് പറയുന്നത്. അങ്ങനെ ഊട്ടുശാലയിൽ നിന്നും പരിശുദ്ധ അമ്മയുടെ ശരീരം സംവഹിച്ച് ജെറുസലേമിലെ പുരുഷാരങ്ങളുടെ കൺമുമ്പിൽ കൂടെ നഗരത്തിന് പുറത്തുള്ള ജോസഫാത്തിൻ്റെ താഴ്വരയിലേക്ക് യാത്രയായി.
അങ്ങനെ പരിശുദ്ധ അമ്മയുടെ മേനി സംവഹിച്ചുകൊണ്ട് സഞ്ചരിക്കുമ്പോൾ ആ വഴിയിൽ തന്നെ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചു. വഴിയിൽ കിടന്ന സകല രോഗികളും പൂർണ്ണ സൗഖ്യം നേടി. പിശാചുബാധിതർ മോചിതരായി. യഹൂദരും പുറജാതിക്കാരുമായ അനേകർ പൊടുന്നനെ മാനസാന്തരപ്പെട്ടു. അനേകായിരങ്ങൾ മാമോദീസ സ്വീകരിച്ചു എന്നാണ് പറയുന്നത്. അമ്മയുടെ ശരീരം പോകുന്ന സമയത്ത് അത്രയും അത്ഭുതങ്ങൾ. പിന്നീട് അപ്പസ്തോലന്മാർക്ക് വലിയ ജോലിയായിരുന്നു എന്നാണ് പറയുന്നത്. ഇവർക്കൊക്കെ മാമോദീസ നൽകണ്ടേ. അതുപോലെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ വലിയ സ്വർഗീയ സുഗന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എവിടെ നിന്നോ ഒരു സംഗീതം അവിടെ കൂടിയിരുന്ന എല്ലാവരും കേൾക്കുകയാണ്. അങ്ങനെ അവർ ആ ശരീരം കല്ലറയിലേക്ക്, ജോസഫാത്തിൻ്റെ തഴവരയിലെ കല്ലറയിലേക്ക് ഒരു വ്യത്യാസവും വരുത്താതെ അങ്ങനെ തന്നെ എടുത്ത് ശവമഞ്ചത്തിൽ വെച്ച് കല്ലറയിൽ വെച്ച് അടക്കിയാണ്. അങ്ങനെ വലിയ കല്ലുരുട്ടി അടച്ച്, കല്ലറ വാതിലടച്ച് എല്ലാവരും മടങ്ങുമ്പോൾ ഒപ്പം സ്വർഗീയ ദൂതന്മാരും സ്വർഗത്തിലേക്ക് മടങ്ങി. പക്ഷേ രാജ്ഞിയുടെ പാറാവുകാരായ 1000 മാലാഖമാർ അവിടെ തന്നെ ഉറപ്പിച്ചു. മാലാഖമാർ രാജ്ഞിയാണല്ലോ. അപ്പോൾ അമ്മയുടെ കൂടെ അമ്മയെ സംരക്ഷിക്കാൻ നിന്നിരുന്ന പാറാവുകാരായി നിന്നിരുന്ന 1000 മാലാഖമാർ അവിടെ തന്നെ നിൽക്കാൻ തുടങ്ങിയെന്നാണ് മേരി കാണുന്ന കാഴ്ച. ശിഷ്യന്മാരും അപ്പസ്തോലന്മാരും ഒക്കെ ഊട്ടുശാലയിലേക്ക് മടങ്ങി. പക്ഷേ ആ രാജ്ഞിയുടെ ശരീരം പ്രസരിപ്പിച്ച സുഗന്ധം 1 വർഷത്തോളം അവിടെ തങ്ങി നിന്നു എന്ന്. ഊട്ടുശാലയിൽ വീണ്ടും സമ്മേളിച്ചപ്പോൾ അപ്പസ്തോലന്മാർ പറഞ്ഞു, സ്വർഗീയ മാലാഖമാരുടെ സംഗീതം അവസാനിക്കുന്നത് വരെ ഏതാനും ശിഷ്യന്മാർ സ്വർഗീയ രാജ്ഞിയുടെ കല്ലറ നിരീക്ഷിച്ചു കൊണ്ടിരിക്കണം. കാരണം എപ്പോഴാണ് ഈ അത്ഭുതം അവസാനിക്കുക എന്ന് എല്ലാവരും ആകാംക്ഷയോടെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 3 ദിവസങ്ങളിലും അവർ ഇടയ്ക്കിടെ കല്ലറ വന്ന് സന്ദർശിക്കുമായിരുന്നു. ശിഷ്യന്മാരിൽ കുറേ പേര് പുതിയ വിശ്വാസികളെ വേദസത്യങ്ങൾ പഠിപ്പിക്കാനും മാമോദീസ നൽകാനായിട്ടൊക്കെ പോയി. മറ്റുള്ളവർ പെട്ടെന്ന് കല്ലറയിലേക്ക് തിരികെ വന്നു. എങ്കിലും ഇടയ്ക്കിടെ അവിടേക്കും ഇവിടേക്കൊക്കെ പോകും. എന്നിട്ട് കല്ലറയിലേക്ക് ഓടിയെത്തും. വിശുദ്ധ പത്രോസും വിശുദ്ധ യോഹന്നാനും ഇടയ്ക്കിടെ കല്ലറയിലേക്ക് ചെല്ലാറുണ്ട്. പരിശുദ്ധ മറിയത്തിൻ്റെ മഹത്വം സകല വിശുദ്ധരുടെയും മഹത്വത്തിന് മീതെയാണല്ലോ. ഒരു ചക്രവർത്തിനി എങ്ങനെയാണോ അതുപോലെയാണ് പരിശുദ്ധ അമ്മയുടെ സ്ഥാനം. എന്നാൽ ഇത് നശ്വരജീവിതം നയിക്കുന്നവർക്ക് ഗ്രഹിക്കാനായിട്ട് പറ്റില്ല. പരിശുദ്ധ അമ്മയുടെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയും നിത്യമായി ദൈവമഹത്വം അണിയുകയും ചെയ്തതിൻ്റെ 3-ാം നാളിൽ കർത്താവ് തൻ്റെ തിരുഹിതം തൻ്റെ വിശുദ്ധരെ അറിയിച്ചു. പരിശുദ്ധ അമ്മ ആത്മശരീരങ്ങളോടെ ദൈവത്തിൻ്റെ വലതുഭാഗത്തേക്ക് കരേറുകയും അപ്രകാരം ലോക അവസാനത്തിൽ സംഭവിക്കാനിരിക്കുന്ന പൊതുവായ ഉയർപ്പിനായി കാക്കാതെ ദൈവത്തോടൊപ്പം വാഴുകയും വേണം. ഇതാണ് ഈശോയുടെ ഇഷ്ടം. ലോകാവസാനത്തിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന ഉയർപ്പിന് വേണ്ടി കാത്തു നിൽക്കാൻ പാടില്ല പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയെക്കുറിച്ചുള്ള പദ്ധതി ഈശോ വെളിപ്പെടുത്തുകയാണ്. പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ ദൈവമാതാവ് അത് സാധാരണ മനുഷ്യരുടെ പോലെ ആയിരിക്കാൻ പാടില്ല എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മയുടെ ശരീരം ഇപ്പോൾ ഭൂമിയിൽ കല്ലറയിലായിരിക്കുമ്പോൾ സ്വർഗത്തിൽ നടന്ന വിശുദ്ധമായ ആലോചനയാണ് നാം കാണുക.
അമ്മയെ എങ്ങനെ കൊണ്ടുപോകണം ഈശോ വിവരിക്കുന്നുണ്ട്. പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ അമ്മ ശവമഞ്ചത്തിൽ ഇപ്പോൾ കിടക്കുകയാണ് എന്നോർക്കാം. പത്രോസും യോഹന്നാനും സ്ലീഹന്മാരും ഇടയ്ക്കിടയ്ക്ക് കല്ലറ സന്ദർശിച്ചതുപോലെ ഇന്നേ ദിവസം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് അമ്മയുടെ അടുത്ത് ചെന്നിരുന്ന് അമ്മ കല്ലറയിലാണ് എന്ന് മനസ്സുകൊണ്ട് ധ്യാനിച്ച് അമ്മയെ വാഴ്ത്തിപ്പുകഴ്ത്താം. ഇന്ന് മുഴുവൻ സമയവും നമുക്ക് പരിശുദ്ധ അമ്മയുടെ കല്ലറയുടെ അടുത്തായിരിക്കാം. അമ്മയുടെ സ്തുതിഗീതങ്ങൾ നമുക്ക് പാടിക്കൊണ്ടിരിക്കാം, ഓർത്തുകൊണ്ടിരിക്കാം, ധ്യാനിച്ചുകൊണ്ടിരിക്കാം. ഇന്ന് മറ്റൊരു കാര്യം കൂടെ ഓർക്കേണ്ട ദിവസമാണ്. കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ അവസാന ദശകത്തിൽ അയർലൻഡിലെ ഡബ്ലിനടുത്തുള്ള റഹേനിയിൽ പാവപ്പെട്ടൊരാത്മാവിന് പരിശുദ്ധ ദൈവമാതാവ് നൽകിയ സന്ദേശങ്ങൾ ഇന്ന് സുപ്രസിദ്ധമാണ്. കരുണയുടെ നാഥ എന്ന നാമധേയത്തിലാണ് ദൈവമാതാവ് ഇവിടെ തന്നെ വെളിപ്പെടുത്തിയത്. നിങ്ങളുടെ കയ്യിലെല്ലാം ചിലപ്പോൾ ആ പുസ്തകമുണ്ടായിരിക്കും. ലോകത്തിന് വേണ്ടിയുള്ള നമ്മുടെ നാഥയുടെ കരുണയുടെ സന്ദേശം. ഈ പുസ്തകം തുടർച്ചയായി വായിക്കാനുള്ള ഒരു പുസ്തകമല്ല. ഇതിൽ മുഴുവൻ നമുക്ക് അന്നന്ന് വേണ്ടുന്ന സന്ദേശങ്ങളാണ് തരിക. നമ്മുടെ ഏത് ആവശ്യത്തിന് വേണ്ടിയും നമ്മൾ ഈ പുസ്തകം തുറന്നാൽ നമുക്ക് ആവശ്യമുള്ള സന്ദേശം അവിടെ ഉണ്ടാകും. ഈ പാവപ്പെട്ട ആത്മാവിനോട് പരിശുദ്ധ അമ്മ അറിയിച്ചതനുസരിച്ച് ഇന്നേ ദിവസം നമ്മൾ ഒരു പ്രാർത്ഥന തുടങ്ങേണ്ടതുണ്ട്. പരിശുദ്ധ അമ്മ ഈ കുഞ്ഞാത്മാവിനോട് പറഞ്ഞത്, സ്വർഗാരോപണ തിരുനാളിൻ്റെ തലേദിവസം വൈകുന്നേരം ഈ പ്രാർത്ഥന ആരംഭിച്ച് മാതാവിൻ്റെ സ്വർഗരാജ്ഞി പദ തിരുനാൾ വരെ തുടരണം. അതായത് ഓഗസ്റ്റ് 22 രാജ്ഞിപദ തിരുനാൾ ആഘോഷിക്കുന്ന ആ ദിവസം വരെ ഈ പ്രാർത്ഥന ചൊല്ലണമെന്നാണ് ഈ ആത്മാവിന് കൊടുത്ത സന്ദേശം. നമുക്ക് സൗകര്യമുള്ളവർക്ക് ഈ ഒരു ജപമാല ഇന്ന് തുടങ്ങുന്നത് നല്ലതാണ്. ഈ കുഞ്ഞാത്മാവിനോട് ഈശോ പറഞ്ഞു, എൻ്റെ കുഞ്ഞ്, നമ്മുടെ നാഥ കുടുംബങ്ങളുടെ രാജ്ഞി എന്ന നാമത്തിന് സമർപ്പിക്കപ്പെട്ട ഒരു പുതിയ തിരുനാളിന് കർത്താവ് ആഹ്വാനം ചെയ്യുകയാണ് എന്ന്. പരിശുദ്ധ അമ്മ നമ്മുടെ നാഥയാണ്, കുടുംബങ്ങളുടെ രാജ്ഞിയാണ് എന്ന്. എന്നിട്ട് പറഞ്ഞു കൊടുത്തതാണ് സ്വർഗാരോപണ തിരുനാളിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഈ ജപമാല നൊവേന ആരംഭിക്കണം. ഈ ജപമാല ചൊല്ലേണ്ട വിധം ഇങ്ങനെയാണ്. വിശ്വാസ പ്രമാണം ആദ്യം ചൊല്ലുക. സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലുക. നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതി. ഇത് മൂന്നും സാധാരണ പോലെ ചൊല്ലുക. പിന്നീട് സ്വർഗസ്ഥനായ പിതാവേ എന്ന മണികളിൽ ഓ കന്യകെ, എന്നെ വിശുദ്ധിയും മാധുര്യമുള്ളവളുമായി സംരക്ഷിക്കണമേ എന്ന് 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മൾ പറയുന്ന മണിയിൽ ഈ പ്രാർത്ഥന 3 പ്രാവശ്യം പ്രാർത്ഥിക്കണം. നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം ചൊല്ലുന്ന മണികളിൽ ഞങ്ങളുടെ നാഥേ, കുടുംബത്തിൻ്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നാണ് ചൊല്ലേണ്ടത് 10 പ്രാവശ്യം. എല്ലാം കഴിയുമ്പോൾ പരിശുദ്ധ രാജ്ഞി എന്ന ജപം ചൊല്ലണം. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്തത്. ഈ ദിവസങ്ങളിൽ ഇന്ന് മുതൽ 14 മുതൽ 22 വരെ അമ്മ മാതാവ് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഒരു തവണയെങ്കിലും ഈ ജപമാല ചൊല്ലാൻ നീ ശ്രദ്ധിക്കണം എന്ന്. പ്രിയ സഹോദരങ്ങളെ, നല്ല പ്രാർത്ഥനയാണിത്. ഓ കന്യകയെ, എന്നെ വിശുദ്ധിയും മാധുര്യമുള്ളവളുമായി സംരക്ഷിക്കണമേ എന്ന് പറയുക. കാരണം അത് തന്നെയാണ് നമുക്ക് ആവശ്യം.
അതുപോലെ ഞങ്ങളുടെ നാഥേ കുടുംബത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സുഹൃതജപം പോലെ ചൊല്ലാവുന്നൊരു പ്രാർത്ഥനയാണിത്. നമുക്ക് ഇന്ന് പരിശുദ്ധ അമ്മയുടെ കല്ലറയിലിരുന്ന് ഈ ജപമാല ചൊല്ലാം. അമ്മയ്ക്കിഷ്ടമായിരിക്കും. കാരണം ഇത് പ്രാർത്ഥനയാണ്, നമ്മളെ വിശുദ്ധിയും മാധുര്യമുള്ളവളുമാക്കണമേ എന്ന്. അതുപോലെ ഞങ്ങളുടെ നാഥേ കുടുംബത്തിൻ്റെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന്. ഈ അവസാന കാലഘട്ടങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ് പരിശുദ്ധ അമ്മ നമ്മുടെ കുടുംബത്തിൻ്റെ രാജ്ഞിയായിട്ടിരിക്കട്ടെ. നമ്മൾ വിശുദ്ധിയും മാധുര്യമുള്ളവരുമായിട്ട് സംരക്ഷിക്കപ്പെടട്ടെ. ഈശോയുടെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധിയുള്ളവരായി ധൈര്യപൂർവ്വം എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ട കൃപ അമ്മ മാതാവ് നമുക്ക് വാങ്ങിത്തരട്ടെ. അതുകൊണ്ട് ഇന്ന് ആദ്യം നമുക്ക് പരിശുദ്ധ അമ്മയുടെ കല്ലറയിൽ മനസ്സുകൊണ്ടായിരുന്നു പ്രാർത്ഥിക്കാം. രണ്ടാമത് പരിശുദ്ധ അമ്മ ഈ കുഞ്ഞാത്മാവിന് കൊടുത്ത സന്ദേശമനുസരിച്ച് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. മൂന്നാമത് നമ്മളിന്ന് ഓർക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധനായ മാക്സിമിലിയൻ കോൾബെയുടെ ഓർമ്മ ദിനമായിട്ട് നമ്മൾ കൊണ്ടാടുന്ന ദിവസമാണ് ഇന്ന്. മാക്സിമിലിയൻ കോൾബെയെ അറിയാത്തവരുണ്ടാകില്ല. പോളണ്ടിൽ ജനിച്ച അദ്ദേഹം അമലോത്ഭവ മാതാവിനോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹം മൂലമാണ് മരിയൻ സേന എന്ന സംഘടന സ്ഥാപിച്ചത്. അദ്ദേഹം എറണാകുളത്തും ആലുവയിലുമൊക്കെ എത്തിയിട്ടുണ്ട്. പോളണ്ടിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹത്തെ നാസി പടയാളികൾ പിടികൂടി തടങ്കലിൽ വെച്ചു. അവിടെ വെച്ച് മറ്റൊരു ജയിൽ പുള്ളിക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത് അവനെ രക്ഷിച്ച് മാക്സിമിലിയൻ കോൾബെ മരണം വരിക്കുകയാണ് ഉണ്ടായത്. മറ്റൊരാളെ അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാൻ സ്വന്തം ജീവൻ കൊടുത്ത മാക്സിമിലിയൻ കോൾബെ ഏതാണ്ട് ഈശോയുടെ പോലെ തന്നെയാണ് എന്ന് നമുക്ക് ഓർക്കാം. മറ്റുള്ള മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരമായി സ്വന്തം ജീവൻ ബലിയായി കൊടുത്ത ഈശോ, മാക്സിമിലിയൻ കോൾബെയും ഇത് തന്നെയല്ലേ ചെയ്തത്? ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ് അദ്ദേഹത്തെ വിശുദ്ധനെന്ന് പ്രഖ്യാപിച്ചത്. അതുപോലെ ഇന്ന് വിശുദ്ധ എയൂസേബിയോസ് ആയിട്ടുള്ള രക്തസാക്ഷിയെയും നമ്മൾ ഓർക്കുന്നുണ്ട്. ഈ രണ്ട് വിശുദ്ധരെയും നമുക്ക് ഇന്ന് ഓർക്കാം. ക്രിസ്തുവിനെ ആരൊക്കെ കൂടുതൽ സ്നേഹിക്കുന്നോ അവർക്കൊക്കെ പീഡനങ്ങളും രക്തസാക്ഷിത്വവും ഉണ്ടാവും. എയൂസേബിയോസ് ഇങ്ങനെ തീക്ഷ്ണതയോടെ ക്രിസ്തുവിനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് മാക്സിൻസിയോസ് ഗവർണറിന് പരാതി കിട്ടിയതനുസരിച്ചാണ് അയാൾ അവിടെ വന്ന് എയൂസേബിയോസിനോട് ദേവന്മാരെ പൂജിക്കാൻ ആജ്ഞാപിച്ചത്. അത് പറ്റില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ശിരസ്സ് ഛേദിക്കാൻ ഉത്തരവിട്ടത്. അപ്പോൾ എയൂസേബിയസ് ഇത് കേട്ട് വിളിച്ചു പറയാണ്, ഓ കർത്താവായ യേശു ക്രിസ്തു, അങ്ങയുടെ കാരുണ്യത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ വിശ്വസ്തത പരിശോധിക്കാൻ അങ്ങ് എന്നെ വിളിച്ചപ്പോൾ അങ്ങയുടെ സ്വന്തം പോലെ എന്നെ അങ്ങ് പരിഗണിച്ചിരിക്കുന്നു. തല അറുത്തു മാറ്റാൻ പറഞ്ഞപ്പോൾ പ്രാർത്ഥിക്കുന്നതാണ് ഇങ്ങനെ, നന്ദി പറയുന്നു എന്ന്. എന്നെ പരിശോധിക്കാനല്ലേ അങ്ങ് ഇങ്ങനെ ഒരു സംഭവം വെച്ചിരിക്കുന്നത് എന്ന്. അപ്പോൾ അദ്ദേഹം ഈശോയുടെ സ്വരം കേട്ടത്രേ, നീ സഹിക്കുവാൻ യോഗ്യനാണെന്ന് കണ്ടില്ല എങ്കിൽ ക്രിസ്തുവിൻ്റെ ഭവനത്തിൽ നീതിമാന്മാർക്കുള്ള സ്ഥാനങ്ങളിലേക്ക് നീ പ്രവേശിക്കപ്പെടുകയില്ലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം മുട്ടുകുത്തുകയും അദ്ദേഹത്തിൻ്റെ തല ഛേദിക്കുകയും ചെയ്തത്. പ്രിയ കൂട്ടുകാരെ, ഈ വാചകം നമുക്ക് ഒന്നുകൂടെ ഓർക്കാം. വേറെ യാതൊരു ഭക്താഭ്യാസ പ്രകടനങ്ങളെക്കാളും ഏറ്റവും ആവശ്യം സഹിക്കാൻ യോഗ്യനാണെന്ന് ഈശോ കാണണം. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് വേദനകളും ഈശോയാണ് തരുന്നതെന്ന് ഓർത്ത് സഹിക്കാനുള്ള കരുത്തുണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സഹിക്കാൻ യോഗ്യനല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ഭവനത്തിൽ നീതിമാന്മാർക്കുള്ള സ്ഥാനങ്ങളിലേക്ക് നീ പ്രവേശിക്കപ്പെടുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സ്വർഗത്തിൽ നീതിമാന്മാരുടെ സ്ഥാനത്തെത്തണമെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട യോഗ്യത സഹിക്കുക എന്നതാണ്.
അപ്പോൾ ജീവിതത്തിലെ ഈ സഹനങ്ങൾ മാറാൻ അവിടെയും ഇവിടെയും ഓടി നടക്കുമ്പോൾ ഈ സന്ദേശങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. സഹനം നിൻ്റെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവഹിതമാണെന്ന് കരുതി സഹിക്കണം. അപ്പോഴേ നീതിമാന്മാരുടെ രാജ്യത്ത് സ്ഥാനം കിട്ടുകയുള്ളൂ എന്ന്. കുടുംബത്തിൽ, ജീവിതത്തിൽ സഹനം വരുമ്പോഴേക്കും അവിടെ പോയി ഇന്നത് ചെയ്യണം, ഇവിടെ പോയി ഇന്നത് ചെയ്യണം, ഓടി നടന്ന് സഹനം മാറ്റാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓർക്കണേ, നമ്മൾ സുവിശേഷത്തിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നിൻ്റെ അനുദിന ജീവിതത്തിലെ കുരിശെടുത്തൻ്റെ പിന്നാലെ വാ എന്ന് പറഞ്ഞ ഈശോ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ഈശോയുടെ കുരിശുമരണത്തിൻ്റെ ഒരു ഭാഗം, സഹനത്തിൻ്റെ ഒരു ഭാഗം ഏറ്റെടുക്കണമെന്നതാണ്. നമുക്ക് ഈ ബോധ്യങ്ങളോടെ പരിശുദ്ധ അമ്മയുടെ കല്ലറയിലിരുന്ന് അമ്മയെ സ്തുതിച്ച് ഇന്ന് അമ്മ പറഞ്ഞ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരിക്കാം. നാളെ അമ്മയുടെ സ്വർഗാരോപണത്തിൻ്റെ അന്നത്തേക്കായി നമ്മുടെ ഹൃദയം ഒരുക്കാം. ആമേൻ.